ലോക ജനസംഖ്യ 800 കോടി കടന്നിരിക്കുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് 100 കോടിയിലധികം ആളുകൾ മെൻ്റൽ ഡിസോർഡർ നേരിട്ടാണ് ജീവിക്കുന്നത്. ലളിതമായി നമ്മൾ കണക്കുകൂട്ടിയാൽ ലോകത്തിലെ ഏകദേശം 8-ൽ ഒരാൾ വീതം മെൻ്റൽ ഡിസോർഡർ അനുഭവിക്കുന്നു. ഈ രംഗത്ത് സഹായങ്ങൾക്കായി വലിയ ആവശ്യകതയുണ്ടെങ്കിലും ലഭ്യമായ പവർഫുൾ ടൂൾസ് ഇപ്പോഴും കുറവാണ്. സൈക്കോളജിസ്റ്റുകൾക്കും തെറാപ്പിസ്റ്റുകൾക്കും ലൈഫ് കോച്ചുകൾക്കും അവരുടെ ക്ലയൻറ്റുകളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ടൂളാണ് ഓൾ മൊമെൻറ്റ്സ് ആപ്പ്. ഇവരെ കൂടാതെ മെൻ്റൽ വെൽബീയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് സ്വന്തം ഡാറ്റ വെച്ച് നിങ്ങൾക്ക് തന്നെ ഒന്ന് വിലയിരുത്താനും നിങ്ങളുടെ മാനസിക സന്തോഷം മെച്ചപ്പെടുത്താനും ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഓൾ മൊമെൻറ്റ്സ് ആപ്പ് എങ്ങനെ സൗജന്യമായി ഉപയോഗിക്കാമെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇനി വരാൻ പോകുന്നത് ഒരു എക്സ്പ്ലെയിനർ സെഷനാണ്. നമുക്ക് ആ എക്സ്പ്ലെയിനർ സെഷനിലേക്ക് കടക്കാം. ജസ്റ്റ് ഇമാജിൻ ദിസ്. നിങ്ങളുടെ ക്ലയൻറ്റ് തെറാപ്പി സെഷനിൽ പറയുന്നത് മാത്രമല്ല, സെഷനുകളുടെ ഇടയിൽ അവർ നിശബ്ദമായി അനുഭവിക്കുന്ന ഇമോഷൻസ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാലോ? ദാറ്റ്സ് ദ പവർ ഓഫ് ഓൾ മൊമെൻറ്റ്സ് ആപ്പ്. ഈ ആപ്പിൻ്റെ ഏറ്റവും യുണീക്ക് ഫീച്ചറായ ഇമോഷൻ ഗ്രിഡ് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ഇമോഷൻസ് ഗ്രിഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ന്യൂട്രൽ എന്നിങ്ങനെ 3ആയി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ടോട്ടൽ 27 ഇമോഷൻസ് അടങ്ങുന്നൊരു ഗ്രിഡാണ്. സോ ക്ലയൻറ്റ് ജേണൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലയൻറ്റിൻ്റെ വീഡിയോയ്ക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഇമോഷൻ ഗ്രിഡിൽ നിന്ന് ചൂസ് ചെയ്യുകയും അതിനുശേഷം അവർക്ക് വീഡിയോ സേവ് ചെയ്യാവുന്നതുമാണ്. ഇമോഷൻ ഗ്രിഡിൽ ഓരോ ഇമോഷനിലെയും ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ കൗണ്ട് കാണിക്കും. സോ നമ്മൾ ഇമോഷൻ ഗ്രിഡിൻ്റെ സ്ക്രീൻഷോട്ട് അനലൈസ് ചെയ്യുന്നത് വഴി ഒരു തെറാപ്പിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റ് ഏതെല്ലാം ഇമോഷൻസിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നോർമലി തെറാപ്പി സെഷൻസ് വീക്കിലി വൺസ് ആയിരിക്കും. പക്ഷെ ആ 2 സെഷനിനിടയിലുള്ള 6 ദിവസങ്ങളിൽ ക്ലയൻറ്റ് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഏതൊക്കെ ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തെറാപ്പിസ്റ്റിന് ഗസ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഓൾ മൊമെൻറ്റ്സ് ആപ്പ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. ഓൾ മൊമെൻറ്റ്സ് ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനൊരു ഗസ്സിങ്ങിൻ്റെ ആവശ്യകത വരുന്നില്ല. പകരം കൃത്യമായ ഡാറ്റാസ് ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലയൻറ്റ് ഏതെല്ലാം ഇമോഷൻസിലൂടെ കടന്നു പോയി എന്ന് വളരെ ഈസിയായി അനലൈസ് ചെയ്യാൻ തെറാപ്പിസ്റ്റിന് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ് ഗസ്റ്റ് ഡ്രിവൻ തെറാപ്പി, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓൾ മൊമെൻറ്റ്സ് ആപ്പ് ഉപയോഗിച്ച് ഈ ലിമിറ്റേഷൻസ് എങ്ങനെ ഓവർകം ചെയ്യാമെന്നും ഒരു ഡാറ്റ ഡ്രിവൻ തെറാപ്പിയിലേക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതിൻ്റെയും ഒരു ചുരുക്ക രൂപമാണ് ഇത്. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. ഓൾ മൊമെൻറ്റ്സ് ആപ്പിലെ 2 പ്രധാന ഇന്നോവേഷൻസ് ആണ് ഇമോഷൻ ട്രാക്കർ ഗ്രിഡും റിയൽ ഡാറ്റ ഡ്രിവൻ തെറാപ്പിയും. ഈ ഇന്നോവേറ്റീവ് ഐഡിയ ഉപയോഗിക്കുന്നതിലൂടെ സൈക്കോളജിസ്റ്റുകൾക്കും തെറാപ്പിസ്റ്റുകൾക്കും ഗസ്റ്റ് ഡ്രിവൻ തെറാപ്പി ഉപേക്ഷിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന റിയൽ ഡാറ്റ ഡ്രിവൻ തെറാപ്പിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഈ ഇന്നോവേറ്റീവ് ഐഡിയ വഴി ക്ലയൻറ്റുകളുടെ മെൻ്റൽ ഹെൽത്ത് വേഗത്തിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ തെറാപ്പിസ്റ്റിൻ്റെ വർക്ക് ലോഡ് ഗണ്യമായി കുറയ്ക്കുകയും എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യുന്നു. ഇമോഷൻ ഗ്രിഡും റിയൽ ഡാറ്റ ഡ്രിവൻ തെറാപ്പിയും മനസ്സിലാക്കുമ്പോൾ ഇതൊരു സാധാരണ ജേണൽ ആപ്പിൽ നിന്ന് എങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ജേണൽ ആപ്പായി മാറുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഗസ്റ്റ് ഡ്രിവൻ തെറാപ്പിയിൽ തെറാപ്പിസ്റ്റ് കൃത്യമായ ഡാറ്റ ഇല്ലാതെ അനുഭവങ്ങളെ ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി രോഗിയുടെ പ്രശ്നങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയാതെ പോകാം. ഇതുകൊണ്ട് ഒരു തെറ്റായ ചികിത്സ നൽകാനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മനഃശാസ്ത്രത്തിൽ പാറ്റേൺ റെക്കഗ്നിഷൻ വളരെ പ്രധാനമാണ്. രോഗിയുടെ പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അതുവഴി അവരുടെ തോട്ട് പ്രോസസ്സിൻ്റെ പാറ്റേൺ തിരിച്ചറിയാൻ എല്ലാം ഒരു ഗസ്റ്റ് ഡ്രിവൻ തെറാപ്പി ആണെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ്.
രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് അവർ ട്രിഗർ ആവുന്നത്, അങ്ങനെ എന്തൊക്കെ ചിന്തിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അതൊക്കെ നമുക്കൊരു ഗസ്റ്റ് ഡ്രിവൻ തെറാപ്പി വെച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കുകയും ഇത് സെഷൻസിൻ്റെ എണ്ണം കൂട്ടുകയും അതുകൊണ്ട് തന്നെ റിസൾട്ട് അഥവാ ഫലപ്രാപ്തി കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരുപാട് സമയം തെറപ്പി സെഷനുകളിൽ ചെലവഴിക്കേണ്ടി വരികയും എന്നാൽ വ്യക്തമായ പ്രോഗ്രസ് കിട്ടാതെ വരികയും ചെയ്യുന്നു. ഇതുമൂലം തെറാപ്പിസ്റ്റിനും പേഷ്യൻറ്റിനും രണ്ടു പേർക്കും സെൽഫ് ഡൗട്ടുകൾ ആരംഭിക്കുന്നു. തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ശരിയായ ട്രീറ്റ്മെൻ്റ് ആണോ കൊടുക്കുന്നത്, എൻ്റെ അടുത്തുനിന്ന് എൻ്റെ ക്ലയൻറ്റിന് ശരിയായ ഹെൽപ്പ് കിട്ടുന്നുണ്ടോ എന്ന സെൽഫ് ഡൗട്ട് വരികയും പേഷ്യൻറ്റിനും എൻ്റെ പ്രോബ്ലം എന്താണെന്ന് തെറാപ്പിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, എനിക്ക് മാറ്റങ്ങളൊന്നും കാണുന്നില്ലല്ലോ, ആ രീതിയിലുള്ള സംശയങ്ങൾ പേഷ്യൻറ്റിനും വരുന്നു. സ്വാഭാവികമായിട്ടും രണ്ടു പേർക്കും സ്ട്രെസ്സ് വരികയും തെറപ്പി സെഷൻസിൻ്റെ റിസൾട്ട് താഴോട്ട് പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ഇതുമൂലം രോഗി തെറപ്പി സെഷൻസ് ലീവ് ചെയ്യാനുള്ള സാധ്യത, വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണ് ഓൾ മൊമെൻറ്റ്സ് ആപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. എങ്ങനെയാണ് ഓൾ മൊമെൻറ്റ്സ് ആപ്പ് ഉപയോഗിച്ച് റിയൽ ഡാറ്റ ഡ്രിവൻ തെറാപ്പി സാധ്യമാകുന്നതെന്ന് നോക്കാം. റിയൽ ഡാറ്റ ഡ്രിവൻ തെറാപ്പിയിൽ രോഗിയുടെ യഥാർത്ഥ ഡാറ്റ, ഉദാഹരണത്തിന് ദിവസേനയുള്ള അനുഭവങ്ങൾ, ഇമോഷൻസ് എല്ലാം ശേഖരിച്ച് അതിനെ അടിസ്ഥാനമാക്കി തെറാപ്പി നടത്തുന്നു. ഈ രീതിയിലൂടെ രോഗിയുടെ അവസ്ഥ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. വ്യക്തമായ ഡാറ്റ ഉപയോഗിച്ച് പാറ്റേണുകളും മാറ്റങ്ങളും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സമയമാണെങ്കിലും വർക്ക് ലോഡാണെങ്കിലും ഒരുപാട് ലാഭിക്കാൻ പറ്റും. തെറപ്പിസ്റ്റിന് വ്യക്തമായ മാർഗരേഖ ലഭിക്കുകയും രോഗിയുടെ പുരോഗതി എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും സാധിക്കും. ഇതിലൂടെ രോഗിയുടെ സാറ്റിസ്ഫാക്ഷനും കൂടുതലായിരിക്കും, റിസൾട്ടും നല്ല രീതിയിൽ വരും. സ്വാഭാവികമായിട്ടും തെറപ്പി സെഷൻസ് സക്സസ്സിലോട്ട് ഉയരും. ഓൾ മൊമെൻറ്റ്സ് ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലയൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്ത് അനലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഇമോഷൻ ഗ്രിഡിൻ്റെ സ്ക്രീൻഷോട്ട് തെറപ്പിസ്റ്റിന് ആവശ്യപ്പെടാം. ക്ലയൻറ്റ് ആദ്യത്തെ സെഷന് വരുമ്പോൾ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടാണിത്. ഇവിടെ ആങ്സൈറ്റി എന്ന ഇമോഷൻ്റെ താഴെ 13 വീഡിയോസും ഫ്രസ്ട്രേറ്റഡ് എന്ന ഇമോഷൻ്റെ താഴെ ഒരു വീഡിയോയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തെറപ്പിസ്റ്റിന് ക്ലയൻറ്റിനോട് കാരണം ചോദിക്കാം. എന്തുകൊണ്ടാണ് ആങ്സൈറ്റി 13 ആയത്? എന്ത് കാര്യത്തിലാണ് ഫ്രസ്ട്രേറ്റഡ് ആയത്? ഇങ്ങനെ കാരണങ്ങൾ മനസ്സിലാക്കിയ ശേഷം സൊല്യൂഷൻസ് നിർദ്ദേശിക്കുന്നു. ഇതിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആങ്സൈറ്റി എന്ന ഇമോഷൻ എടുക്കാം. ആദ്യത്തെ സെഷനിൽ അത് 13 ആണ്. നെക്സ്റ്റ് സെഷന് ക്ലയൻറ്റ് വരുമ്പോൾ ഇതേപോലെ സ്ക്രീൻഷോട്ട് ആവശ്യപ്പെടാം. അപ്പോൾ 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്നുകിൽ ആങ്സൈറ്റി കൂടാം, അല്ലെങ്കിൽ കുറയാം. അതിൽ ആദ്യത്തെ സെനാരിയോ എന്ന് പറയുന്നത് ആങ്സൈറ്റി കൂടുന്നതാണ്. ഈ സ്ക്രീൻഷോട്ടിൽ നമുക്ക് കാണാൻ കഴിയും ആങ്സൈറ്റി 30 ഉയർന്നിട്ടുണ്ട്. അതിനർത്ഥം ഫസ്റ്റ് സെഷനിൽ ക്ലയൻറ്റ് വരുമ്പോൾ 13 വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് സെഷന് വരുമ്പോൾ 17 വീഡിയോസ് അധികം വരികയും ടോട്ടൽ കൗണ്ട് 30 ഉയരുകയും ചെയ്യുന്നു. അതായത് സെഷൻ ഇംപ്രൂവ് ചെയ്തിട്ടില്ല, ക്ലയൻറ്റിന് ഇനിയും കൂടുതൽ ഹെൽപ്പ് വേണം എന്ന് തെറപ്പിസ്റ്റിന് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത സെനാരിയോ എന്ന് പറയുന്നത് ആങ്സൈറ്റി കുറയുന്നതാണ്. ഈ സ്ക്രീൻഷോട്ടിൽ ആങ്സൈറ്റി 21 കാണിക്കുന്നത്. വിച്ച് മീൻസ് ഫസ്റ്റ് സെഷനിൽ 13 ആയിരുന്നത് ഈ സെഷനിൽ 21 ആയിട്ടുള്ളൂ. അധികമായിട്ട് 8 വീഡിയോസ് മാത്രമേ ക്ലയൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനർത്ഥം ക്ലയൻറ്റിൻ്റെ ആങ്സൈറ്റി ലെവൽ കുറയുന്നുണ്ട്, സെഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ക്ലയൻറ്റിന് ആവശ്യമായുള്ള ഹെൽപ്പ് കിട്ടുന്നുണ്ട് എന്നെല്ലാം തെറപ്പിസ്റ്റിന്
മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് റിയൽ ഡാറ്റ ഡ്രിവൻ തെറപ്പി. കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ക്ലയൻറ്റ് ഓരോ ദിവസവും കടന്നു പോകുന്ന ഇമോഷൻസ് അഥവാ മാനസികാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നു. ഇതാണ് റിയൽ ഡാറ്റ ഡ്രിവൻ തെറാപ്പി. കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ക്ലയൻറ്റ് ഓരോ ദിവസവും കടന്നു പോകുന്ന ഇമോഷൻസ് അഥവാ മാനസികാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ ക്ലയൻറ്റിൻ്റെ ഇമോഷൻ ഗ്രിഡിൻ്റെ സ്ക്രീൻഷോട്ട് കളക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ഒരു തെറാപ്പിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്ലാൻ എന്ന് പറയുന്നു. സോ ആ പ്ലാനിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തെറാപ്പിസ്റ്റിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു. ഓൾ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ട്രാക്കർ മാത്രമല്ല, അതൊരു ജേണൽ പ്ലസ് വീഡിയോ ഡയറി ആപ്പ് കൂടിയാണ്. ഈ ആപ്പിൽ വീഡിയോ ജേണൽ യൂസറിൻ്റെ സ്വന്തം ഗൂഗിൾ ഡ്രൈവിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുന്നു. കാരണം ടെക് ജയൻ്റായ ഗൂഗിളിൻ്റെ സ്റ്റോറേജ് ഉപയോഗിച്ച് വീഡിയോസ് സൂക്ഷിക്കുന്നതിനാൽ ഗൂഗിളിൻ്റെ ശക്തമായൊരു പ്രൊട്ടക്ഷനും മികച്ചൊരു യൂസർ പ്രൈവസിയും ഉറപ്പാക്കുന്നുണ്ട്. ഇതിനു പുറമെ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്താൽ ജേണൽ കാണാതിരിക്കുന്നതിന് വേണ്ടി 2 പിൻ പ്രൊട്ടക്ഷൻ ഓപ്ഷനുമുണ്ട്. അതായത് UPI പിൻ പോലെ ഒരു പിൻ നൽകാതെ ആപ്പ് തുറക്കാൻ സാധിക്കില്ല. ഇങ്ങനെ മൾട്ടി ലെയർ പ്രൈവസിയും സെക്യൂരിറ്റിയും ഉള്ളതിനാൽ ആരോടും പറയാതെ നിങ്ങൾ ഉള്ളിലൊതുക്കുന്ന സങ്കടങ്ങളോ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളോ എല്ലാം ഇവിടെ സ്വതന്ത്രമായി നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. അതായത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം തെറപ്പി ഉണ്ടായാലും ബാക്കി 6 ദിവസങ്ങളിലും ക്ലയൻറ്റിന് സുരക്ഷിതമായിട്ട് ഇമോഷൻസ് വെൻറ്റ് ചെയ്യാൻ ഒരു സ്പേസ് ആയിട്ട് ഓൾ മൊമെൻറ്റ്സ് ആപ്പ് ഉപയോഗിക്കാം. നിങ്ങളുടെ പ്രൈവസിയും സുരക്ഷയും എല്ലാം ഉറപ്പാക്കുന്നതാണ് ഓൾ മൊമെൻറ്റ്സ് ആപ്പ്. നിങ്ങളെ ആരും ഇവിടെ ജഡ്ജ് ചെയ്യില്ല. ഓൾ മൊമെൻറ്റ്സ് ആപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഏതൊരാൾക്കും അവരുടെ പേഴ്സണൽ ഡയറി പോലെ വളരെ ലളിതമായി ഉപയോഗിക്കാവുന്ന ഒരു ജനറൽ ആപ്പാണിത്. സാധാരണ പേപ്പർ ഡയറികൾ കാലപ്പഴക്കം കൊണ്ട് ദ്രവിക്കാനോ കേടുപാടുകൾ വരാനോ സാധ്യതയുണ്ട്. എന്നാൽ ഓൾ മൊമെൻറ്റ്സ് ഡിജിറ്റൽ ക്ലൗഡ് സ്റ്റോറേജ് ആയതിനാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പേപ്പർ ഡയറി എല്ലായ്പ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. കൂടാതെ നിങ്ങളില്ലാത്ത സമയത്ത് ആരെങ്കിലും അത് എടുത്ത് വായിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത് മൊബൈൽ ആപ്പ് ആയതിനാൽ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. കൂടാതെ പിൻ പ്രൊട്ടക്ഷൻ ഉള്ളതിനാൽ കൂടുതൽ പ്രൈവസി ഉറപ്പാക്കുന്നു. പേപ്പർ ഡയറിയിൽ എഴുതാൻ മാത്രമേ സാധിക്കൂ, വീഡിയോകൾ ചേർക്കാൻ പറ്റില്ല. എന്നാൽ ഓൾ മൊമെൻറ്റ്സ് ആപ്പിൽ എഴുതുവാനും വീഡിയോകളും ഉൾപ്പെടുത്താൻ കഴിയും. സാധാരണ ഡയറികൾ ജനുവരിയിൽ വാങ്ങിയാൽ മാത്രമേ ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. നവംബറിൽ വാങ്ങിയാൽ വെറും 2 മാസത്തെ ഉപയോഗമേ നമുക്കുണ്ടാകൂ. എന്നാൽ ഓൾ മൊമെൻറ്റ്സ് ആപ്പ് അങ്ങനെയല്ല. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങാം. നവംബറിലാണ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെങ്കിൽ അടുത്ത നവംബർ വരെ, അതായത് കൃത്യം 365 ദിവസവും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഓൾ മൊമെൻറ്റ്സ് ആപ്പ് വാല്യുബിൾ ആണെന്ന് ബോധ്യപ്പെട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും സ്വന്തമായി ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇത് നിങ്ങളുടെ ക്ലയൻറ്റുകൾക്കും സജസ്റ്റ് ചെയ്യാം. ക്ലയൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാം: നിങ്ങൾ ഒഴിവ് സമയത്തോ തനിച്ചോ ആയിരിക്കുമ്പോൾ ദിവസവും വെറും 30 സെക്കൻഡ് മാത്രം ഇതിനായി മാറ്റിവെക്കുക. ആപ്പ് തുറന്ന് റെക്കോർഡ് ബട്ടൺ അമർത്തി 30 സെക്കൻഡ് സംസാരിക്കുക. ഒരിക്കലും നിങ്ങളെ വിധിക്കാത്ത, നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റാരോടും പങ്കുവെക്കാത്ത ഒരടുത്ത സുഹൃത്തിനോട് വീഡിയോ കോളിൽ സംസാരിക്കുന്നത് പോലെ മാത്രം കരുതിയാൽ മതി. എന്ത് സംസാരിക്കണം എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണോ അത് തുറന്നു പറയുക. അതെന്തിനെക്കുറിച്ചുമാകാം. നിങ്ങളുടെ പ്രമോഷനോ പ്രണയത്തകർച്ചയോ വിവാഹമോചനമോ സാമ്പത്തിക സമ്മർദ്ദം, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളോ, അങ്ങനെ പങ്കുവെക്കണമെന്ന് തോന്നുന്ന എന്ത് കാര്യവുമാകാം. സമയദൈർഘ്യം പ്രധാനമല്ല. 30 സെക്കൻഡോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. ദിവസവും ഇത് തുടരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. കൂടുതൽ സംസാരിക്കാനും നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. ഇവിടെ സമയദൈർഘ്യം പ്രധാനമല്ല. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ എടുക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ട കാര്യം.
ഇത് കൂടാതെ തുടക്കക്കാർക്ക് ജേർണലിംഗ് എളുപ്പമാക്കുന്നതിനായി ഓൾ മൊമെൻറ്റ്സ് ആപ്പ് ഇൻബിൽറ്റ് പ്രോംപ്റ്റുകളും നൽകുന്നുണ്ട്. ഓൾ മൊമെൻറ്റ്സ് ആപ്പ് സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ലെങ്കിൽ ഓൾ മൊമെൻറ്റ്സ് ആപ്പ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ബയോയിൽ പ്ലേ സ്റ്റോറിൻ്റെയും ആപ്പ് സ്റ്റോറിൻ്റെയും ലിങ്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ്. സെർച്ച് ചെയ്യുമ്പോൾ ഓൾ മൊമെൻറ്റ്സ് എന്നത് ഒറ്റ വാക്കായി തന്നെ സെർച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു പുതിയ യൂസർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം തുടക്കത്തിൽ തന്നെ ഏകദേശം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ക്രീനായി ഈ 7 ദിവസത്തെ ഫ്രീ ട്രയൽ ഓഫർ പേജ് കാണപ്പെടും. അതായത് ഹോം സ്ക്രീനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ. 7 ദിവസത്തെ ഫ്രീ ട്രയൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. ഫ്രീ ട്രയൽ എടുത്ത് ഓൾ മൊമെൻറ്റ്സ് ആപ്പിൻ്റെ എല്ലാ പ്രീമിയം ഫീച്ചറുകളും 7 ദിവസം സൗജന്യമായി പരീക്ഷിക്കാം. ആപ്പിൻ്റെ മൂല്യം നേരിട്ട് മനസ്സിലാക്കാൻ ഇതാണ് ഏറ്റവും നല്ല വഴി. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, 1. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 7 ദിവസത്തെ ഫ്രീ ട്രയൽ കാലാവധി തീരുന്നതിന് ഉള്ളിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ട്രയൽ കാലാവധിക്കുള്ളിൽ ക്യാൻസൽ ചെയ്താൽ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഈടാക്കുന്നതല്ല. രണ്ടാമത്തത്, നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ മാത്രം വാർഷിക സബ്സ്ക്രിപ്ഷൻ തുടരാം. അങ്ങനെയാണെങ്കിൽ വാർഷിക സബ്സ്ക്രിപ്ഷൻ മാസം വെറും 100 രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. യൂസർ ഓൾ മൊമെൻറ്റ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അവരുടെ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്തു കഴിഞ്ഞാൽ എത്തുന്ന ഹോം സ്ക്രീൻ ആണിത്. ഈ ഹോം സ്ക്രീനിൽ ഒരു ഡെഡിക്കേറ്റഡ് റെക്കോർഡ് ബട്ടൺ അവൈലബിൾ ആണ്. താഴെ റൈറ്റ് സൈഡ് കോർണറിലുള്ള ഈ റെക്കോർഡ് ബട്ടൺ ഉപയോഗിച്ചാണ് യൂസേഴ്സിന് അവരുടെ വീഡിയോസും ജേർണൽസും എല്ലാം എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഹോം സ്ക്രീനിൽ തന്നെയുള്ള ബാക്കി ടാബുകളാണ് റാൻഡം, ടൈം ലൈൻ, ഗ്രിഡ്, ടാഗ് തുടങ്ങിയവ. യൂസേഴ്സ് ആഡ് ചെയ്യുന്ന വീഡിയോസ് ഒരു റാൻഡം ഓർഡറിൽ കാണാൻ പറ്റുന്ന ടാബാണ് റാൻഡം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം ലൈനാണ്. നമ്മൾ ആഡ് ചെയ്ത ടൈമിൻ്റെ ബേസിസിലാണ് ടൈം ലൈനിൽ നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കുക. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന വീഡിയോസ് ഏറ്റവും മുകളിലും ഓൾഡസ്റ്റ് വീഡിയോസ് താഴെയും വരുന്ന രീതിയിലാണ് ടൈം ലൈനിൽ വീഡിയോസ് ലിസ്റ്റ് ചെയ്യുക. ഓരോ വീഡിയോയും ആഡ് ചെയ്യുന്ന ഡേറ്റിൻ്റെ അണ്ടറിലാണ് ടൈം ലൈനിൽ ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി വരുന്നത് ഗ്രിഡാണ്. ഗ്രിഡിൽ നമുക്ക് ഏതൊക്കെ ഇമോഷൻസിൻ്റെ അണ്ടറിലാണ് യൂസേഴ്സ് വീഡിയോസ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഓരോ ഇമോഷൻ നെയിമിലും ഒരു കൗണ്ട് ഉണ്ടായിരിക്കും. ഈ കൗണ്ട് സൂചിപ്പിക്കുന്നത് യൂസേഴ്സ് ഈ ഇമോഷനിൽ ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് വീഡിയോസ് ആണ്. അടുത്തത് ടാഗാണ്. ടാഗ് ഉപയോഗിച്ച് യൂസേഴ്സിന് അവരുടെ വീഡിയോസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, യൂസേഴ്സ് അവരുടെ ഹോം, ഓഫീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഹോം എന്ന് പറയുന്ന ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഈ ടാഗിൽ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓഫീസ് എന്നൊരു ടാഗ് ക്രിയേറ്റ് ചെയ്ത് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ ഈ ടാഗിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് യൂസേഴ്സിൻ്റെ വീഡിയോസ് ഓർഗനൈസ് ചെയ്യാനും അതുവഴി ഒരു വീഡിയോ ഈസിലി ആക്സസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് ഇമോഷൻ ഗ്രിഡ് എന്ന് പറയുന്നത്. 27 ഡിഫറെൻറ്റ് ഇമോഷൻസ് അടങ്ങുന്നതാണ് ഈ ഗ്രിഡ്. നമ്മൾ ഏത് ഇമോഷൻ്റെ അണ്ടറിലാണോ വീഡിയോസ് ആഡ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഇമോഷൻ്റെ മീതെ ഒരു കൗണ്ട് കാണാൻ സാധിക്കും. നമ്മൾ വീഡിയോസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ ഇമോഷൻ്റെ മീതെയും കാണിക്കുന്ന കൗണ്ട് സൂചിപ്പിക്കുന്നത് ആ ഇമോഷൻ്റെ അണ്ടറിൽ എത്ര വീഡിയോസ് ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സ്ക്രീനിൽ കാണാം, ആങ്ഷ്യസ് എന്ന ഇമോഷൻ്റെ അണ്ടറിൽ 13 വീഡിയോസും ഹോപ്പ്ഫുൾ, കോൺഫിഡൻറ്റ്, ഫ്രസ്ട്രേറ്റഡ് എന്നീ ഇമോഷനുകളുടെ താഴെ ഓരോ വീഡിയോയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വീഡിയോസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇമോഷൻ്റെ നെയിമിൽ കൗണ്ടുകൾ കാണിച്ചുകൊണ്ടിരിക്കും.
ഓൾ മൊമെൻറ്റ്സ് ആപ്പിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് സെക്യൂരിറ്റി പിൻ. ഒരു അഡീഷണൽ പ്രൈവസി എന്ന രീതിയിലാണ് ഈ സെക്യൂരിറ്റി പിൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്പിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി പിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഒരു പ്രാവശ്യം പിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സെക്യൂരിറ്റി പിൻ ഉപയോഗിച്ച് മാത്രമേ ആപ്പ് ലോഗിൻ ചെയ്യാനും വീഡിയോസ് കാണാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓൾ മൊമെൻറ്റ്സ് ആപ്പിൻ്റെ സെറ്റിംഗ് സ്ക്രീനാണ്. ഇവിടെ ലാംഗ്വേജ് മാറ്റാനും സെക്യൂരിറ്റി പിൻ സെറ്റ് ചെയ്യാനും റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാനും എല്ലാം കഴിയും. നിങ്ങളുടെ ഡാറ്റ അഥവാ വീഡിയോസ് ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനുമുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെ ഓൾ മൊമെൻറ്റ്സ് ആപ്പ് നിങ്ങളുടെ മെമ്മറീസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ പേഴ്സണലൈസ്ഡ് ആക്കാൻ സഹായിക്കുന്നു. പുതിയ ടാഗ് ആഡ് ചെയ്യുന്നതിനുള്ള സ്ക്രീനാണിത്. ഇതുപയോഗിച്ച് നിങ്ങളുടെ വീഡിയോസ് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. ഫാമിലി, ട്രാവൽ പോലുള്ള കസ്റ്റം ടാഗ് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. പുതിയ ടാഗ് നെയിം നൽകി സേവ് അമർത്തിയാൽ നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെറ്റിങ്സിൽ മൊമെൻറ്റ് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതായത് കഴിഞ്ഞു പോയ മെമ്മറീസിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊമെൻറ്റ്സ് എന്ന ഈ ടാബിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ എല്ലാ വീഡിയോസും കാണുവാൻ സാധിക്കും. അവിടെ തന്നെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. ഇതാണ് ആപ്പിൻ്റെ അലേർട്ട് സെക്ഷൻ. യൂസേഴ്സിന് തങ്ങളുടെ സബ്സ്ക്രിപ്ഷനെക്കുറിച്ചും മറ്റ് പ്രധാന വിവരങ്ങളെക്കുറിച്ചും കൃത്യസമയത്ത് ഇൻഫർമേഷൻ നൽകുവാൻ വേണ്ടിയാണ് ഈ ഫീച്ചർ സഹായിക്കുന്നത്. അലേർട്ട്സിൽ നമുക്ക് ഡിഫറെൻറ്റ് നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്ത ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഏറ്റവും മുകളിൽ കാണാൻ കഴിയുക. നല്ല മനസ്സുള്ളവർക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയൂ. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമാവുകയാണ്. ക്ലയൻറ്റുകൾക്കും മറ്റ് സൈക്കോളജിസ്റ്റുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആപ്പിൻ്റെ ഗുണങ്ങളും അത് തെറപ്പിയിൽ എങ്ങനെ സഹായിക്കുന്നു എന്നും വ്യക്തമായി മനസ്സിലാകും. ഇതുകൂടാതെ ക്ലയൻറ്റുകൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉടൻ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. ഇപ്പോൾ തന്നെ ഫ്രീ ട്രയലിൽ പ്രീമിയം ഫീച്ചേഴ്സ് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രീ ട്രയൽ അല്ലേ, വർത്താണോ എന്നറിയാലോ. ഓൾ മൊമെന്റ്സ് ആപ്പ് സൂപ്പറാണ്. നിങ്ങളും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുക.